ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 21-ന് കട്ടപ്പനയിൽ SNDP യോഗം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30-ന് പ്രകടനവും തുടർന്ന് 10:30-ന് ജില്ലാ പ്രസിഡന്റ് അമീർ തൊടുപുഴ പതാകയും ഉയർത്തും. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ 56ാമത് സംസ്ഥാന സമ്മേളനം 2025 മെയ് മാസം 4, 5, 6 തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ സമ്മേളനം 2025 ജനുവരി മാസം 21-ാം തീയതി കട്ടപ്പന SNDP ഹാളിൽ MK ദാസ് നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലങ്ങളിലായി നടന്ന പ്രവർത്തനങ്ങളുടെയും സംഘടനയുടെ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ തൊടുപുഴ, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി 5 താലൂക്കുകളിലായിട്ടാണ് ഇടുക്കി ജില്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സമ്മേളനം ബഹുമാനപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷൻ കെ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ഷിബു, എക്സിക്യൂട്ടീവ് അംഗം എസ് മുരുകേശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PV തമ്പി, N സുരേഷ്, അജി രാജാക്കാട്, മനോജ് KP തുടങ്ങിയവർ സംസാരിക്കും. യോഗത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. തുടർന്ന് ചർച്ചയും തെരഞ്ഞെടുപ്പും നടക്കും. ജില്ലാ സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ താഴത്തുള്ള ബ്ലോക്ക് സമ്മേളനങ്ങൾ പരിപൂർണതയിലെത്തിക്കണം. 2ാം ഘട്ടമായി താലൂക്കിന്റെ സമ്മേളനങ്ങൾ പരിപൂർണതയിലെത്തിക്കണം. ബ്ലോക്കിന്റെയും താലൂക്കിന്റെയും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് കിടക്കുന്നത്. ജില്ലാ സമ്മേളനം 14 ജില്ലകളിൽ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമായ സംസ്ഥാന സമ്മേളനത്തിൽ കടന്നു. 14 ജില്ലകളിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒരു ജനസമുദ്രമായി കോഴിക്കോടിനെ അക്ഷരാർത്ഥത്തിൽ 4, 5, 6 തീയതികൾ അത് കേരളത്തിലെ ബാർബർ തൊഴിലാളി സംഘടനയുടെ കയ്യിലായിരിക്കുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഞങ്ങളുടെ ബാർബർ തൊഴിലാളി സംഘടനയ്ക്ക് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷന് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവർ മറ്റുള്ള ബിനാമി കടകൾ ചെയ്യുമ്പോൾ സംഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതീവ ഗുരുതരമായി ആ വീഴ്ച ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഞങ്ങളുടെ ശക്തമായ രീതിയിലുള്ള നടപടിയുമായി ശക്തമായ പ്രതിഷേധവുമായി ഉദ്ദേശ ലക്ഷ്യത്തിൽ ഞങ്ങൾക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. കൃത്യമായിട്ടും ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ തടസ്സം നിന്നാൽ കൃത്യമായിട്ട് ഞങ്ങൾ ശക്തമായ രീതിയിൽ നേരിടുമെന്ന് മലയാള ഭാഷയിൽ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ബിനാമി കടകൾ നിയന്ത്രിക്കണമെന്നും കടകളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ മുടി ഉൾപ്പെടെയുള്ള മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ അമീർ തൊടുപുഴ, അജി രാജാക്കാട്, ആർ ഷിബു, മനോജ് KP, ബിനീഷ് ചെറുതോണി, ഷിബു NP, N സുരേഷ്, രാജേഷ് PS, PK ശിവദാസ്, സുനിൽ K കുഴുവേലിയിൽ, മനീഷ് ചേറ്റുകുഴി, വിനോദ് കമ്പാനിയിൽ എന്നിവർ പങ്കെടുത്തു.